സോ മൈസെൽഫ് ഭീഷ്മ ജി. സോ ഞാനൊരു കാർഡിയക് സോണോഗ്രാഫറാണ്. അപ്പോൾ കാർഡിയക് സോണോഗ്രാഫർ അല്ലെങ്കിൽ എക്കോ കാർഡിയോഗ്രാഫർ എന്നൊക്കെ വെച്ചിട്ടുണ്ടെങ്കിൽ എന്താണെന്ന് അറിയില്ലാത്തവർക്ക് പറയാം, ഹാർട്ടിൻ്റെ സ്കാൻ ചെയ്യുന്ന ആൾ, അല്ലെങ്കിൽ ഹാർട്ടിനെ നമ്മൾ അൾട്രാസൗണ്ട് യൂസ് ചെയ്ത് ഹാർട്ടിനെ സ്കാൻ ചെയ്യുന്നതാണ്. എന്താണ് കാർഡിയോഗ്രാഫി? അല്ലെങ്കിൽ നമ്മളൊരു ഹോസ്പിറ്റലിൽ പോകുമ്പോൾ കേൾക്കുന്നതാണ് എക്കോ ടെസ്റ്റ് ചെയ്യണം അല്ലെങ്കിൽ എക്കോ കാർഡിയോഗ്രാം ചെയ്യണം എന്നങ്ങനെ കേട്ടിട്ടുണ്ട്. അപ്പോൾ നമ്മൾ അത് എന്താണ് എക്കോ കാർഡിയോഗ്രാഫി എന്ന് കുറേ പേർക്ക് അറിയത്തില്ലായിരിക്കും. സോ ഞാൻ ഇന്ന് അതിൻ്റെ ഒരു ഡീറ്റെയിൽഡ് വീഡിയോ ചെയ്യാമെന്നാണ് വിചാരിക്കുന്നത്. സോ നമുക്ക് എന്താണ് എക്കോ കാർഡിയോഗ്രാഫി എന്ന് നമുക്ക് വീഡിയോയിൽ നോക്കാം. അപ്പോൾ വാട്ട് ഈസ് എക്കോ കാർഡിയോഗ്രാഫി? എക്കോ കാർഡിയോഗ്രാഫി അല്ലെങ്കിൽ എക്കോ കാർഡിയോഗ്രാം എന്ന് പറയുന്നത് നമ്മൾ ഹാർട്ടിൻ്റെ സ്കാൻ ചെയ്യുക, അതായത് അൾട്രാസൗണ്ട്, ഹൈ ഫ്രീക്വൻസി അൾട്രാസൗണ്ട് വേവ്സ് വെച്ചിട്ട് നമ്മൾ ഹാർട്ടിൻ്റെ സ്കാൻ ചെയ്യുന്ന ഒരു പ്രൊസീജിയർ എന്ന് പറയുന്നതാണ് എക്കോ ടെസ്റ്റ്. സോ നമ്മൾ എങ്ങനെയാണ് ചെയ്യുന്നത് വെച്ചിട്ടുണ്ടെങ്കിൽ ഇതാണ് പ്രോബ്. നോർമലി നിങ്ങളിപ്പോൾ അബ്ഡോമിനൽ സ്കാൻ ഒക്കെ ചെയ്തിട്ടുണ്ടെങ്കിൽ നിങ്ങൾക്ക് അറിയാം ഇങ്ങനെ ഒരു പ്രോബ് നമ്മൾ വയറ്റിൽ വെച്ചിട്ടായിരിക്കും സ്കാൻ ചെയ്യുന്നത്. സോ അത് വേറൊരു പ്രോബാണ്. പ്രോബ് യൂസ് ചെയ്തിട്ടാണ് നമ്മൾ ഈ എക്കോ ചെയ്യുന്നത്. സോ ഇതെങ്ങനെയാണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഈ പ്രോബിൻ്റെ ഉള്ളിൽ നിന്ന് ഹൈ ഫ്രീക്വൻസിയിലുള്ള അൾട്രാസൗണ്ട് വേവ്സ് നമ്മൾ ഈ പ്രോബ് ഇങ്ങനെ ചെസ്റ്റിൽ പ്ലേസ് ചെയ്യുമ്പോൾ ഇതിൽ നിന്ന് നമ്മുടെ അൾട്രാസൗണ്ട് വേവ്സ് നമ്മുടെ ഹാർട്ടിൽ പോയിട്ട് തട്ടിയിട്ട് അവിടെ നിന്നൊരു റിഫ്ലക്റ്റഡ് വേവ്സ് വരും. അത് ഈ മെഷീൻ്റെ സഹായത്തിൽ നമുക്ക് ഇതുപോലെ ഉണ്ടാവും ഹാർട്ടിൻ്റെ ലൈവ് ഇമേജസ് അല്ലെങ്കിൽ ഹാർട്ടിൻ്റെ ലൈവ് പിക്ചേഴ്സ് കാണാൻ പറ്റും. സോ ഇതാണ് എക്കോ കാർഡിയോഗ്രാഫി. ഈ എക്കോ കാർഡിയോഗ്രാഫി എന്ന് പറയുന്നത് ടോട്ടലി ഒരു നോൺ ഇൻവേസീവ് പ്രൊസീജിയറാണ്. അതായത് നമ്മൾ ഇത് ചെയ്യുന്നത് കൊണ്ട് നമ്മുടെ ബോഡിക്ക് ഒരു തരത്തിലുള്ള ഇതും സംഭവിക്കുന്നില്ല. അതേസമയം നമ്മളിപ്പോൾ CT MRI ഒക്കെ ചെയ്യുമ്പോൾ അറിയാം അതിൽ നിന്ന് റേഡിയേഷനൊക്കെ വന്നിട്ട് ബോഡിക്ക് ചെറിയ ചെറിയ ഒരു ഇത് ഉണ്ടാവും, സൈഡ് എഫക്ട്സ് ഒക്കെ ഉണ്ടാവും. പക്ഷേ നമ്മൾ ഈ എക്കോ ടെസ്റ്റ് ചെയ്യുന്നത് കൊണ്ട് നമുക്ക് ബോഡിക്ക് യാതൊരുവിധ കുഴപ്പവും പറ്റുന്നില്ല. കാരണം നമ്മളിവിടെ യൂസ് ചെയ്തത് അൾട്രാസൗണ്ട് വേവ്സ് ആണ്. ഇൻവേസീവ് പ്രൊസീജിയേഴ്സ് എന്ന് പറയുമ്പോൾ നമ്മൾ ആൻജിയോഗ്രാം ഒക്കെ ചെയ്യുന്നത് ഇൻവേസീവ് പ്രൊസീജിയറാണ്. അതായത് നമ്മൾ കയ്യിൽ കൂടെ പഞ്ചർ ചെയ്തിട്ട് ഷീറ്റ് ഇട്ടിട്ട് അതിൽ കൂടെ ഒരു കത്തീറ്റർ കയറ്റി ഡൈ ഒക്കെ യൂസ് ചെയ്തിട്ടാണ് നമ്മൾ ഹാർട്ടിൻ്റെ ഇമേജസ് നോക്കുന്നത്. അതൊരു ഇൻവേസീവ് പ്രൊസീജിയറാണ്. പക്ഷേ ഇത് ഒരു നോൺ ഇൻവേസീവ് പ്രൊസീജിയറാണ്. സോ അതാണ് അതിൻ്റെ ഡിഫറൻസ്. അടുത്തത് വാട്ട് ആർ ദ യൂസസ് ഓഫ് എക്കോ ടെസ്റ്റ്? അല്ലെങ്കിൽ നമ്മൾ ഈ എക്കോ ടെസ്റ്റ് ചെയ്തതുകൊണ്ട് നമുക്ക് എന്തൊക്കെ അറിയാൻ പറ്റും? സോ അപ്പോൾ ആദ്യമായിട്ട് നമ്മൾ നോക്കുന്ന ഹാർട്ടിൻ്റെ ചേമ്പേഴ്സ്. മെയിനായിട്ട് ഹാർട്ടിന് 4 ചേമ്പേഴ്സാണ് ഉള്ളത്. അപ്പോൾ ഈ ചേമ്പേഴ്സ് എല്ലാം പ്രോപ്പർ സൈസിലാണോ ഉള്ളത് അല്ലെങ്കിൽ അതൊക്കെ ഡയലേറ്റഡ് ആണോ എന്നൊക്കെ അറിയാനായിട്ട് നോക്കും. പിന്നെ നമുക്ക് വാൽസ്, നമ്മുടെ വാൽസ് പ്രോപ്പറായിട്ടാണോ വർക്ക് ചെയ്യുന്നത്, അല്ലെങ്കിൽ വാൽസിന് എന്തെങ്കിലും പ്രൊലാപ്സോ ഡിഫക്ട്സ് എന്തെങ്കിലും ഉണ്ടോ, അല്ലെങ്കിൽ ബ്ലഡ് ഫ്ലോ അത് ലീക്കേജ് എന്തെങ്കിലും ഉണ്ടോ എന്ന് അറിയാൻ വേണ്ടിയിട്ട്. പിന്നെ കുറേ നാൾ BP ഉള്ള ഒരു പേഷ്യൻസിനാണെങ്കിൽ ലെഫ്റ്റ് വെൻട്രിക്കിൾ, അത് ഹാർട്ടിൻ്റെ ഒരു ചേമ്പറാണ് ലെഫ്റ്റ് വെൻട്രിക്കിൾ. ആ ചേമ്പർ കുറച്ച് മസിൽസ് ഒക്കെ കുറച്ച് ഇങ്ങനെ തടിച്ച് വരാൻ ചാൻസ് ഉണ്ട്. സോ അതിൻ്റെ ഇത് നോക്കാനൊക്കെ ആയിട്ട് ആണ് പിന്നെ യൂസ് ചെയ്യുന്നത്. പിന്നെ മെയിനായിട്ട് നമുക്ക് ഹാർട്ട് അറ്റാക്ക് വരുന്ന പേഷ്യൻസിൻ്റെ ഇത് അതെങ്ങനെയാണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ നമ്മുടെ ചേമ്പർ ഇപ്പം നോർമലി എല്ലാ സൈഡും ഒരേപോലെ കോൺട്രാക്ട് ചെയ്യും. അപ്പോൾ ഈ ഹാർട്ട് അറ്റാക്ക് വരുന്ന സൈഡിലേക്കുള്ള ബ്ലഡ് ഫ്ലോ പൂർണ്ണമായിട്ടും നിലച്ചിട്ടുണ്ടോ, അത് ഏത് ഭാഗത്താണ്, ഹാർട്ടിൻ്റെ ഏത് ഭാഗത്താണ് അറ്റാക്ക് വന്നത്, ഏത് ഭാഗത്തേക്കുള്ള ബ്ലഡ് ഫ്ലോ ആണ് നിന്ന് പോയേക്കുന്നത് എന്നൊക്കെ നമുക്ക് ലൈവായിട്ട് ഇതിൽ കാണാൻ പറ്റും. സോ അത് പിന്നെ ഉണ്ടാവുന്ന പിള്ളേർക്കാണെങ്കിൽ ഹാർട്ടിൽ ഹോൾസ് ഒക്കെ ഉണ്ടാവും. അതിന് ASD VSD എന്നൊക്കെയാണ് പറയുന്നത്. അപ്പോൾ അങ്ങനെ ഹോൾസ് ഒക്കെ ഉണ്ടാവും. അതുണ്ടോ, അത് എത്ര വലുതാണ് ചെറുതാണ്. പിന്നെ അത് നമ്മളൊരു കുറച്ച് മോസ്റ്റ് ഓഫ് ദ പിള്ളേർക്ക് എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ അവരൊരു കുറച്ച് പൈസ ആകുമ്പോഴത്തേക്കും അത് നോർമലി അടയും. അപ്പോൾ അത് അടയാണ്ട് ഇരിക്കുന്നവരും ഉണ്ട്. സോ അപ്പോൾ അതൊക്കെ നോക്കാനൊക്കെ ആയിട്ടാണ് പിന്നെ നമ്മൾ എക്കോ എടുത്ത് നോക്കുന്നത്. സോ ഹൗ ടു ഡു ദിസ് എക്കോ? നമ്മൾ എങ്ങനെയാണ് ഈ എക്കോ ചെയ്യുന്നത്? അപ്പോൾ നോർമലി ചില ടെസ്റ്റിന് മുമ്പ് നമ്മളോട് പറയും ഫുഡ് കഴിക്കരുത്, അല്ലെങ്കിൽ ഇത് കഴിക്കരുത്, ഇങ്ങനെ വരണം, ഇത്ര മണിക്കൂറുകൾ ഫുഡ് അങ്ങനെയൊക്കെ പറയുന്നുണ്ടല്ലോ. സോ നമുക്ക് ഈ എക്കോ ടെസ്റ്റ് ചെയ്യുന്നതിന് അങ്ങനെ ഒന്നുമില്ല. നമുക്ക് എപ്പോൾ വേണേലും വന്ന് ടെസ്റ്റ് ചെയ്യാം. അതിലൊരു വിധത്തിലുള്ള ഒരു ഇതുമില്ല. പിന്നെ ഇത് ചെയ്യുമ്പോൾ എങ്ങനെയാണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ നമ്മൾ ഒരു കിടക്കുന്ന ഒരു പൊസിഷനൊക്കെ ഉണ്ട്. ആ പൊസിഷനിൽ വെച്ചിട്ട് ഞാൻ പറഞ്ഞ പോലെ ഈ പ്രോബ് യൂസ് ചെയ്തിട്ട് ഒരു ജെല്ലുണ്ട്. സോ ഇതാണ് അൾട്രാസൗണ്ട് ജെല്ല്. ഈ ജെല്ല് യൂസ് ചെയ്തിട്ടാണ് നമ്മൾ ചെയ്യുന്നത്. അപ്പോൾ പിന്നെ റൂമിൽ ലൈറ്റ്സ് ഒക്കെ ഓഫ് ചെയ്ത് ഒരു ഡിം ആക്കി വെച്ചിട്ടാണ് നമുക്ക് സ്ക്രീൻ കുറച്ചും കൂടെ അറിയാൻ വേണ്ടിയിട്ട് അങ്ങനെയാണ് നമ്മൾ ഈ എക്കോ ടെസ്റ്റ് ചെയ്യുന്നത്. ഹൂ ഷുഡ് ഡു ആൻ എക്കോ? ആരാണ് ഈ എക്കോ മസ്റ്റായിട്ടൊന്ന് ചെയ്ത് നോക്കേണ്ടത്? ഞാൻ പറയുന്നത് എല്ലാവരും ഒരു എക്കോ ടെസ്റ്റ് ചെയ്ത് നോക്കുന്നതുകൊണ്ട് വലിയ കുഴപ്പമൊന്നുമില്ല. എല്ലാവരും ഒന്ന് ചെയ്ത് നോക്കുന്നതല്ല, നമുക്ക് എന്തെങ്കിലുമൊക്കെ ഉണ്ടോയെന്ന് അറിയാൻ പറ്റില്ല. സോ മസ്റ്റായിട്ടും ആരൊക്കെ ചെയ്ത് നോക്കേണ്ടത്? അതായത് നിങ്ങൾക്കൊരു ഫാമിലി ഹിസ്റ്ററി ഉണ്ട്. അതായത് നിങ്ങളുടെ അച്ഛനമ്മ, നിങ്ങളുടെ ഫാമിലിയിൽ ആർക്കെങ്കിലും ഇങ്ങനെ അറ്റാക്ക് വന്നൊരു ഹിസ്റ്ററി ഉണ്ടെങ്കിൽ നിങ്ങൾ മസ്റ്റായിട്ടും ഒരു എക്കോ ചെയ്ത് നോക്കണം. അതല്ല നിങ്ങൾക്ക് ചെസ്റ്റ് പെയിൻ കണ്ടിന്യൂസ് ആയിട്ടാണെങ്കിൽ ചെസ്റ്റ് പെയിൻ വരാറുണ്ട്, അല്ലെങ്കിൽ നിങ്ങൾക്ക് ഹാർട്ട് ബീറ്റ് ചെയ്യുന്നത് ഭയങ്കരമായിട്ട് സ്പീഡിൽ ബീറ്റ് ചെയ്യുന്നുള്ള തോന്നുന്നുണ്ട്, അങ്ങനെ തോന്നുന്നത്, അല്ലെങ്കിൽ നിങ്ങൾക്ക് ശ്വാസം എടുക്കാൻ എന്തെങ്കിലും അങ്ങനെയുള്ളവരൊക്കെ ഒരു എക്കോ ചെയ്ത് നോക്കുന്നതാണ്. പിന്നെ ഇത് പ്രഗ്നൻ്റ് ആയിട്ടുള്ള ലേഡീസും അവർ ചെയ്ത് നോക്കണം. അതായത് 18 to 22 വീക്സിൻ്റെ ഇടയിൽ ചെയ്ത് നോക്കണം എന്നാണ് പറയുന്നത്.
ടൈപ്സ് ഓഫ് എക്കോ ഇത്ര തരത്തിലുണ്ട്. അപ്പം മെയിനായിട്ട് എക്കോ എന്ന് പറയുന്നത് ഇതിപ്പോൾ പറയുന്നത് 2D എക്കോകാർഡിയോഗ്രഫി, 2D 3D ഇപ്പോൾ 4D വരെ വന്നിട്ടുണ്ട്. അതായത് ഒരു ഹാർട്ടിൻ്റെ 360 ഡിഗ്രിയിലുള്ള ലൈവ് വീഡിയോ അങ്ങനത്തെ ഒന്നും വന്നിട്ടുണ്ട്. സോ ഇതിപ്പോൾ ട്രാൻസ് തൊറാസിക് എക്കോകാർഡിയോഗ്രഫി, അതായത് ഹാർട്ടിൻ്റെ നമ്മൾ തൊറാസിക് എന്ന് പറഞ്ഞ ഈ ഒരു റീജിയൻ, അപ്പോൾ നമ്മൾ ഇവിടെ വെച്ച് നോക്കുന്നതിനാണ് ട്രാൻസ് തൊറാസിക് എക്കോകാർഡിയോഗ്രഫി എന്ന് പറയുന്നത്. പിന്നെ ഉള്ളതാണ് TE, അതായത് ട്രാൻസ് ഈസോഫാഗിയൽ എക്കോകാർഡിയോഗ്രഫി. അതായത് ഈസോഫാഗസ് എന്ന് പറയുന്നത് നമ്മുടെ ഫുഡ് പൈപ്പ്, നമ്മൾ ഫുഡ് പോകുന്ന അത്. അപ്പോൾ നമ്മളൊരു പ്രോബ് ഉണ്ട്, ടിക്ക് ഒരു പ്രോബ് ഉണ്ട്. ആ പ്രോബ് നമ്മൾ വായിക്കണം. നമ്മൾ ഈ മറ്റേ എൻഡോസ്കോപ്പി ഒക്കെ ചെയ്യുന്ന പോലെ തന്നെ ആ ഒരു പ്രോബ് നമ്മൾ വായിക്കലിട്ടിട്ട് ഈസോഫാഗസിൽ ഇറക്കിയിട്ട് ആണ് ആ ഇത് ചെയ്യുന്നത്. അതാകുമ്പോൾ ഹാർട്ടിൻ്റെ കുറച്ചുകൂടെ അടുത്തിട്ടുള്ള ഇമേജസും വീഡിയോസും നമുക്ക് കാണാൻ പറ്റും. അത് ആർക്കൊക്കെ ചെയ്യുന്നതെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഇപ്പം നമ്മളിപ്പോൾ ഈ എക്കോ നോക്കിയിട്ട് വാൽസിൽ എന്തെങ്കിലും വെജിറ്റേഷൻസ് അല്ലെങ്കിൽ എന്തെങ്കിലും കാൽസിഫിക്കേഷൻസ്, പിന്നെ എന്താ ഈ ന്യൂമോണിയ, ഭയങ്കര സിവിയർ ന്യൂമോണിയ ആയിട്ടുള്ള പേഷ്യൻസ്, അങ്ങനെയുള്ള പേഷ്യൻസിന് ചിലപ്പോൾ ഈ ഇതിന് നമുക്ക് തന്നെ കറക്റ്റായിട്ട് കാണാൻ പറ്റില്ല. സോ അങ്ങനെയുള്ള പേഷ്യൻസിനാണ് നമ്മൾ TE ചെയ്ത് നോക്കാമെന്ന് പറയുന്നത്. അപ്പം പിന്നെ ഉള്ളതെന്ന് പറയുന്നത് സ്ട്രെസ് എക്കോകാർഡിയോഗ്രഫി. ഈ സ്ട്രെസ് എക്കോകാർഡിയോഗ്രഫി എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ നമ്മുടെ ഹാർട്ട് റേറ്റ് ഒരു കുറച്ച് നോർമലിനൊക്കെ കുറച്ചും കൂടെ ഒരു 100ന് മേലെയൊക്കെ നമ്മുടെ ഹാർട്ട് റേറ്റ് ആക്കിയിട്ട് അപ്പോൾ എടുത്ത് നോക്കും. അതായത് ഹാർട്ട് റേറ്റ് കൂടുമ്പോഴുള്ള എങ്ങനെയാണ് നമ്മുടെ ഹാർട്ട് പ്രവർത്തിക്കുന്നത് നോക്കാൻ. സോ അത് നോർമലി എങ്ങനെയാണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ TMTയിൽ കുറച്ച് നേരം നിങ്ങളെ ഓടിച്ചിട്ട് ഒരു എക്കോ എടുത്ത് നോക്കും. ഓറൽസ് ഡൊബിറ്റാമിൻ സ്ട്രെസ് ടെസ്റ്റ് എന്ന് പറയും. ഡൊബിറ്റാമിൻ എന്ന് പറയുന്ന ഒരു ഇഞ്ചക്ഷൻ അത് എടുത്തിട്ട് അപ്പോഴത്തേക്ക് നമ്മുടെ ഹാർട്ട് റേറ്റ് കുറച്ച് കൂടും. അപ്പം ഒന്ന് എക്കോ എടുത്ത് നോക്കും. അപ്പം അങ്ങനെ 3 തരത്തിലുള്ള എക്കോയാണ് മെയിനായിട്ട് ഉള്ളത്. ഇന്ന് ചെയ്ത ഒരു പേഷ്യൻറ്റിൻ്റെ എക്കോ ഞാൻ കാണിച്ചു തരാം എങ്ങനെയാണ്, അതായത് എന്തൊക്കെയാണ് ഒരു എക്കോയിൽ കാണുന്നത്, എത്ര ഇമേജസ്. ഇപ്പോൾ ഇവിടെ ഞാൻ ടോട്ടൽ 25 സ്ലൈഡ്സ് എടുത്ത് വെച്ചിട്ടുണ്ട്. സോ നമുക്കത് നോക്കാം എങ്ങനെയാണ്. ഓക്കെ, അപ്പോൾ ഫസ്റ്റ് ഞാൻ വന്നിരിക്കുന്നത് ഇതാണ് ഫസ്റ്റത്തെ സ്ലൈഡ്. ഈ സ്ലൈഡിൽ ഈ ഒരു വ്യൂവിന് പറയുന്നതാണ് പ്ലാക്സ് വ്യൂ അല്ലെങ്കിൽ പാരാസ്റ്റോണൽ ലോങ് ആക്സിസ് വ്യൂ എന്നാണ് ഈ ഒരു വ്യൂവിന് പറയുന്നത്. അതൊക്കെ ഞാൻ ഡീറ്റെയിൽ ആയിട്ട് വേറൊരു വീഡിയോയിൽ ചെയ്യാം. സോ ഇതാണ് ഫസ്റ്റ് നമ്മൾ ഇങ്ങനെ നോക്കും എങ്ങനെയാണ്. അത് കഴിഞ്ഞിട്ട് നമ്മൾ ജസ്റ്റ് ഞാൻ പറഞ്ഞ പോലെ ഈ കളർ, അതായത് ബ്ലഡ് ഫ്ലോയുടെ ഡയറക്ഷൻ നോക്കും നോർമൽ ആണോന്ന്. പക്ഷേ ഇവിടെ കുറച്ച് ലീക്കേജ് വരുന്നുണ്ട് കണ്ടോ, ഈ വരുന്ന ഒരു ജെറ്റ് കണ്ടോ, ഇതാണ് ലീക്കേജ്. സോ അങ്ങനെ നോക്കും. അത് കഴിഞ്ഞിട്ട് പിന്നെ ഇത് ഇജക്ഷൻ ഫ്രാക്ഷൻ, അയോട്ട, ലെഫ്റ്റ് ഏട്രിയത്തിൻ്റെയൊക്കെ സൈസ് എടുക്കുന്നതൊക്കെ പറയാം. ഓക്കെ, ഇതാണ് ഞാൻ പറഞ്ഞില്ലേ, അതായത് ഹാർട്ട് അറ്റാക്ക് വരുന്ന പേഷ്യൻസിൻ്റെ നമ്മൾ എങ്ങനെയാണ് നോക്കുന്നത്. ഇവിടെ കണ്ടോ, ഇവിടെ എല്ലാം ഒരേ രീതിയിലാണ് കോൺട്രാക്ട് ചെയ്യുന്നത്. ഇപ്പം ഇതിന് ആൻറ്റീരിയർ, ഇതിന് പോസ്റ്റീരിയർ, അങ്ങനെ ഓരോരോ സൈഡ്സ് പറയും. അപ്പോൾ നമ്മൾ ഏത് പോർഷനിലാണ് അറ്റാക്ക് വന്നതെന്നാണ് നമ്മൾ അങ്ങനെ നോക്കുന്നത്. സോ ഇപ്പോൾ ഇവിടെ എല്ലാം ഒരേപോലെ തന്നെ കോൺട്രാക്ട് ചെയ്യുന്നുണ്ട്. പിന്നെ നമ്മൾ നോക്കുന്നത് ഇതാണ് ഞാൻ പറഞ്ഞ വാൽസ്. ഈ കാണുന്നതൊക്കെയാണ്, ഇത് മൈട്രൽ വാൽവ്, ഇത് അയോട്ടിക് വാൽവ്, ഇത് ട്രൈകസ്പിഡ് വാൽവ്. സോ ഇപ്പോൾ ഈ വാൽസിനൊക്കെ ലീക്കേജ് ഉണ്ടോ. അപ്പോൾ ഇവിടെ നോക്കിയാൽ നമുക്കറിയാം ഈ മൈട്രൽ വാൽവിന് ലീക്കേജ് ഉണ്ട്. ലീക്കേജ് വന്നിട്ട് കണ്ടോ, ഇവിടെ ബ്ലഡ് ബാക്കോട്ട് പോകുന്ന ബ്ലഡ് ഫ്ലോ ഡയറക്ഷൻ, ആക്ച്വലി ഈ ബ്ലൂ ഡയറക്ഷൻ ഇങ്ങോട്ട് പോകേണ്ട ബ്ലഡ് ഇങ്ങോട്ട് വരുന്നുണ്ട്. സോ അത് മനസ്സിലായല്ലോ. ട്രൈകസ്പിഡിൽ വിട്ട് നോക്കും, അതുപോലെ തന്നെ അയോട്ടയിൽ വിട്ട് നോക്കും, അയോട്ടയിലും എല്ലായിടത്തും നിന്ന് നോക്കും. സോ അത് കഴിഞ്ഞിട്ട് പിന്നെ നമ്മൾ ഇതെന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഡയസ്റ്റോളിക് ഡിസ്ഫങ്ഷൻ ഒക്കെയാണ്. അതൊക്കെ കുറച്ചുകൂടെ അഡ്വാൻസ്ഡ് ആയിട്ട് നമുക്ക് പിന്നെ നോക്കാം. പിന്നെ ഇത് ഇൻഫീരിയർ വീനക്കാവ. ഓക്കെ, ഇതാണ് ഒരു പേഷ്യൻറ്റിൻ്റെ ഞാൻ എടുത്തു വെച്ചേക്കുന്നത് ഇന്നത്തെ. സോ ഇപ്പം നമ്മളിങ്ങനെയാണ് റിപ്പോർട്ടിങ് കൊടുക്കുന്ന പേഷ്യൻസിന്. AML ടിപ്പ് പ്രൊലാപ്സ്, അതായത് അവിടുത്തെ വാൽവിന് ഒരു പ്രൊലാപ്സ് വന്നിട്ടുണ്ട്. അതുകൊണ്ടാണ് അവിടെ MR, അതായത് ആ വന്ന ബ്ലഡ് ഫ്ലോയ്ക്ക് നമ്മൾ പറയുന്ന MR എന്ന്, അതായത് മൈട്രൽ റീഗറിറ്റേഷൻ. സോ ഒരു മോഡറേറ്റ് MR ഉണ്ട്. നോ RWM എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ നോ റീജിയണൽ വാൽ മോഷൻ അബ്നോർമാലിറ്റി. ഞാൻ പറഞ്ഞല്ലോ, കോൺട്രാക്ഷൻ എല്ലാം ഒരേപോലെയാണ്. സോ നോ RWM. അഡിക്വേറ്റ് LV ഫംഗ്ഷൻ, അത് നമ്മൾ LV ഫംഗ്ഷൻ പറയുന്നത് എങ്ങനെയാണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഗുഡ്, അഡിക്വേറ്റ്, ഫെയർ, മൈൽഡ്, മോഡറേറ്റ്, സിവിയർ, ആ ഒരു ഇതിലാണ്. ഇതൊരു അഡിക്വേറ്റ് LV ആയിരുന്നു. പിന്നെ ഇത് ഡയസ്റ്റോളിക് ഡിസ്ഫങ്ഷൻ ഗ്രേഡ് 1, ട്രിവിയൽ TR, അങ്ങനെയാണ് നമ്മൾ റിപ്പോർട്ടിംഗ് മെയിനായിട്ട് കൊടുക്കുന്നത്. സോ ഇതാണ് ഞാൻ ചെയ്ത് വെച്ചേക്കുന്ന ഒരു പേഷ്യൻറ്റിൻ്റെ എക്കോ. ഒരു ചെറിയ ബ്രീഫ് ഡിസ്ക്രിപ്ഷൻ എന്താണ് എക്കോകാർഡിയോഗ്രഫി അല്ലെങ്കിൽ എന്താണ് എക്കോ ടെസ്റ്റ് എന്നുള്ളത് ഞാൻ ഇപ്പോൾ പറഞ്ഞിട്ടുണ്ടെന്ന് തോന്നുന്നു. ഇതിൽ നിങ്ങൾക്ക് എന്തെങ്കിലും ഡൗട്ട് അല്ലെങ്കിൽ ഞാൻ പറഞ്ഞതിൽ എന്തെങ്കിലും മനസ്സിലായിട്ടില്ല, എന്തെങ്കിലും ഡൗട്ട് ഉണ്ടെങ്കിൽ നിങ്ങൾ കമൻറ്റ് ചെയ്യുക. ഞാനത് നെക്സ്റ്റ് വീഡിയോ ആയിട്ട് അല്ലെങ്കിൽ കമൻറ്റ് റിപ്ലൈ ചെയ്യാം. സോ ഇപ്പോൾ ഇത്രയൊക്കെയാണ്. അപ്പോൾ ഞാൻ കറൻറ്റ്ലി ഇപ്പോൾ 1 year ആയി ഇവിടെ വർക്ക് ചെയ്യാൻ തുടങ്ങിയിട്ട്. സോ അപ്പോൾ ഞാൻ അത്ര വലിയ എക്സ്പീരിയൻസ്ഡ് ആയിട്ടുള്ള കാർഡിയക് സോണോഗ്രാഫറൊന്നും അല്ല. അപ്പോൾ എനിക്കറിയാവുന്ന ചെറിയ ചെറിയ കാര്യങ്ങൾ അല്ലെങ്കിൽ ഞാൻ പഠിച്ചു വന്നിട്ടുള്ള ചെറിയ ചെറിയ കാര്യങ്ങളാണ് ഞാനിത് ഷെയർ ചെയ്തിട്ടത്. അപ്പോൾ
ഒത്തിരി സ്റ്റുഡൻസ് എന്നോട് ഈ കോഴ്സ് എടുക്കാൻ നിൽക്കുന്ന കുറേ സ്റ്റുഡൻസ് എനിക്ക് DM ആയിട്ടും അല്ലെങ്കിൽ കമൻസ് ആയിട്ടൊക്കെ ചോദിക്കുന്നുണ്ട്. സോ അപ്പോൾ ഈ ഒരു വീഡിയോ അവർക്കൊക്കെ യൂസ്ഫുൾ ആയിട്ടുണ്ടെന്ന് തോന്നുന്നു. സ്റ്റുഡൻസിന് മാത്രമല്ല, അപ്പോൾ നിങ്ങളൊരു ഹോസ്പിറ്റലിൽ പോകുമ്പോൾ എക്കോ ടെസ്റ്റ് എന്താണെന്ന് നോക്കിയിട്ട് അറിയത്തില്ല, അപ്പോൾ അങ്ങനെയുള്ളവർക്കും ഈ വീഡിയോ യൂസ്ഫുൾ ആയിട്ടുണ്ടാകുമെന്ന് ഞാൻ തോന്നുന്നു. സോ നിങ്ങൾക്ക് എന്തെങ്കിലും ഡൗട്ട്സോ കമൻസോ എന്തെങ്കിലും ഉണ്ടെങ്കിൽ കമൻറ്റ് ചെയ്യുക. അപ്പോൾ അത്രയൊക്കെ ഉള്ളൂ.